തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവെന്ന നിലയിലും മുസ്ലിം സമുദായത്തോടുള്ള കടുത്ത വിദ്വേഷ നിലപാടുകളിലൂടെയും നിരന്തരം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തന്റെ കടുത്ത വർഗീയ പ്രസ്താവനകളിലൂടെയും ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിലൂടെയും ഇന്ത്യയിലെ ജനാധിപത്യ ബഹുസ്വര മൂല്യങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത്. പൊതുനിരത്തുകളും പൊതുവഴികളും തടസ്സപ്പെടുത്തിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള മതപരമായ ചടങ്ങുകളോ നമസ്കാരങ്ങളോ നടത്താൻ അനുവദിക്കില്ലെന്ന യോഗി ആദിത്യനാഥിന്റെ പുതിയ പ്രസ്താവനയും ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തുടർച്ച തന്നെയാണ്. ഒരു പ്രമുഖ മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് പള്ളികളിൽ ആളുകൾ കൂടുതലാണെങ്കിൽ ആവശ്യമെങ്കിൽ ഷിഫ്റ്റുകളായി നമസ്കാരം നിർവഹിക്കണമെന്നും അല്ലാതെ റോഡുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം നടത്താൻ സാധിക്കില്ലെന്ന കൽപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചത്. റോഡുകൾ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണെന്നും അവിടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും UP-യിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ പൂർണ്ണമായും ഇല്ലാതായെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ബക്രീദ് വരാനിരിക്കെ ബോധപൂർവം ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടും അവരിൽ ഭീതി ജനിപ്പിക്കാനും വേണ്ടിയാണ് യോഗി ആദിത്യനാഥ് ഇത്തരം ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള BJP-യുടെയും സംഘപരിവാറിന്റെയും കൃത്യമായ അജണ്ട തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. ആരും നിയമത്തിന് അതീതരല്ലെന്നും UP സർക്കാർ ആർക്കും പ്രത്യേക പദവി നൽകുന്നില്ലെന്നും പൊതുസ്ഥലത്ത് നിസ്കരിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താൻ ഒരു മുസ്ലിമിന് എന്താണ് അവകാശമെന്നും അദ്ദേഹം ചോദിച്ചു. വർഷത്തിൽ 1-2 തവണ മാത്രം വരുന്ന പെരുന്നാൾ ദിനങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഒത്തുചേരുന്നതും പള്ളികളിൽ സ്ഥലം തികയാതെ വരുമ്പോൾ സമീപത്തെ വരികളിൽ പ്രാർത്ഥന നടത്തുന്നതും പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ദൃശ്യമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ സ്ഥിരമായി ഗതാഗതം തടസ്സപ്പെടുത്താനോ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള താൽക്കാലികമായ ഒത്തുചേരലുകൾ മാത്രമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളെ പോലും കടുത്ത വർഗീയ കണ്ണുകളോടെ കാണാനും അതിനെ ക്രമസമാധാന പ്രശ്നമായി ചിത്രീകരിക്കാനുമാണ് യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ സർക്കാരും ശ്രമിക്കുന്നത്. UP-യിൽ മറ്റു മതവിഭാഗങ്ങളുടെ വലിയ ആഘോഷങ്ങളും ഘോഷയാത്രകളും മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനങ്ങളും നടക്കുമ്പോൾ പൊതുനിരത്തുകൾ ദിവസങ്ങളോളം അടച്ചിടാറുണ്ട്. കാവടി യാത്രകൾക്കും മറ്റ് വലിയ ഉത്സവങ്ങൾക്കും വേണ്ടി സംസ്ഥാനം മുഴുവൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വഴിയൊരുക്കുകയും ഹെലികോപ്റ്ററിൽ നിന്ന് പൂക്കൾ വിതറുകയും ചെയ്യുന്ന ഇതിന് നേതൃത്വം നൽകുന്ന യോഗി ആദിത്യനാഥ് തന്നെയാണ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥന വരുമ്പോൾ മാത്രം നിയമത്തിന്റെ പുസ്തകം തുറന്നു പിടിക്കുന്നത്. BJP സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പും കടുത്ത വിവേചനവുമാണ് ഇവിടെ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ആരാധന സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നിയമത്തിന്റെ മറപിടിച്ച് BJP സർക്കാർ നടത്തുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതേയല്ല. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.